ദുബായിൽ കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യം കണ്ടെത്താൻ പ്രവാസികൾക്കിടയിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒന്നാണ് ബാച്ചിലർ ഫ്ളാറ്റുകളിലെ ബെഡ് സ്പേസ് അഥവാ ഷെയറിംഗ് അക്കോമഡേഷൻ, പാർട്ടീഷൻ റൂമുകൾ, പ്രധാന വാടകക്കാരൻ, മറ്റുള്ളവർക്ക് മുറികൾ മറച്ചു നൽകുന്ന സബ്ലെറ്റിംഗ് രീതികൾ എന്നിവയെല്ലാം. എന്നാൽ ഇനി ആ രീതികളൊന്നും നടക്കില്ല. ഇതൊക്കെ പണ്ടേയുള്ള നിയമമല്ലേ, വലിയ പരിശോധനകളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് കരുതി ഈ വിഷയത്തെ നിസ്സാരമായി തള്ളിക്കളയാൻ വരട്ടെ. ഇത്തവണ ദുബായ് ഭരണകൂടം കൊണ്ടുവന്ന മാറ്റങ്ങൾ അത്ര നിസ്സാരമല്ല. നിയമലംഘനം നടത്തുന്നവരെ കാത്തിരിക്കുന്നത് പരമാവധി 10 ലക്ഷം ദിർഹം വരെ, അതായത് ഏകദേശം 2.25 കോടിയോളം ഇന്ത്യൻ രൂപ പിഴയും മറ്റ് കടുത്ത നിയമ നടപടികളുമാണ്. ദുബായിലെ പ്രവാസികളുടെ താമസ രീതികളെയും വാടക വിപണിയെയും അടിമുടി മാറ്റിയെഴുതുന്ന പുതിയ ഷെയർഡ് ഹൗസിംഗ് നിയമം എന്നു മുതൽ പൂർണ്ണമായി നടപ്പിലാകും? ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പുറപ്പെടുവിച്ച 2026 4-ാം നമ്പർ നിയമമാണ് ദുബായിലെ പങ്കുവച്ചുള്ള താമസ സൗകര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. 2026 ഫെബ്രുവരി 27-നാണ് ഈ നിയമം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത്. നിയമം ഗസറ്റിൽ വന്ന് 180 ദിവസത്തിന് ശേഷം, അതായത് 2026 ഓഗസ്റ്റ് 26 മുതൽ ഇത് ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരും. ഈ തീയതി ദുബായ് മുനിസിപ്പാലിറ്റി കൃത്യമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ കെട്ടിട ഉടമകൾക്കും ഓപ്പറേറ്റർമാർക്കും പുതിയ മാനദണ്ഡങ്ങൾക്കനുസൃതമായി തങ്ങളുടെ കെട്ടിടങ്ങളും കരാറുകളും ക്രമീകരിക്കുന്നതിനായി 1 വർഷത്തെ സാവകാശം നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് 2027 ഓഗസ്റ്റ് 26 വരെയാണ് ഗ്രേസ് പീരീഡ് ലഭിക്കുന്നത്. ഈ 1 വർഷത്തെ സാവകാശം നിയമലംഘകർക്കുള്ള അവസാന മുന്നറിയിപ്പായി കണക്കാക്കുമെന്നും അതിനുശേഷം യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കടുത്ത പിഴയും ശിക്ഷാ നടപടികളും നടപ്പിലാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരം പ്രാഥമിക വാടകക്കാർക്ക് ഏർപ്പെടുത്തിയ നിരോധനമാണ്. നിലവിൽ ഒരു വ്യക്തി സ്വന്തം പേരിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് അതിലെ ബാക്കി മുറികളോ ബെഡ് സ്പേസുകളോ മറ്റ് പ്രവാസികൾക്ക് നൽകി വാടക തുക പങ്കുവയ്ക്കുന്ന രീതി ദുബായിൽ സർവ്വസാധാരണമാണ്. എന്നാൽ പുതിയ നിയമപ്രകാരം ഒരു സാധാരണ വാടകക്കാരന് തങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റിൻ്റെയോ വില്ലയുടെയോ ഏതെങ്കിലും ഒരു ഭാഗം മറ്റൊരാൾക്ക് സബ്ലെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മറച്ചു നൽകാൻ യാതൊരു അവകാശവും ഉണ്ടായിരിക്കില്ല. ഇനി മുതൽ വസ്തുവിൻ്റെ യഥാർത്ഥ ഉടമസ്ഥന് അല്ലെങ്കിൽ ഉടമസ്ഥൻ്റെ ഔദ്യോഗിക അനുമതിയോടെ പ്രവർത്തിക്കുന്ന ലൈസൻസുള്ള കെട്ടിട മാനേജ്മെൻറ്റ് കമ്പനികൾക്ക് മാത്രമേ പങ്കുവച്ചുള്ള താമസ സൗകര്യങ്ങൾ വാടകയ്ക്ക് നൽകാൻ അനുവാദമുള്ളൂ. ഉടമസ്ഥനിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള കമ്പനി വഴിയോ മാത്രമേ ഷെയർഡ് റൂമുകൾ വാടകയ്ക്ക് നൽകാവൂ. സാധാരണ വാടകക്കാർ സ്വയം ലാൻഡ് ലോഡായി മാറി മുറികൾ മറച്ചു നൽകുന്ന പരമ്പരാഗത രീതി ഇനി പൂർണ്ണമായും നിയമവിരുദ്ധമാണ്. പങ്കുവച്ചുള്ള താമസ സൗകര്യം നൽകണമെങ്കിൽ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക പെർമിറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് തയ്യാറാക്കുന്ന ഷെയർഡ് ഹൗസിംഗ് ഇലക്ട്രോണിക് രജിസ്ട്രി വഴി മാത്രമേ ഇത്തരം താമസ സൗകര്യങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ. കെട്ടിടത്തിന്റെ പ്ലാൻ, സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവ പരിശോധിച്ച ശേഷമായിരിക്കും മുനിസിപ്പാലിറ്റി 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 2 വർഷത്തേക്കോ ഉള്ള പെർമിറ്റുകൾ അനുവദിക്കുന്നത്. ഇതിനു പുറമെ താമസക്കാരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കർശനമായ ചില മാനദണ്ഡങ്ങളും സർക്കാർ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ഇനി മുതൽ ഓരോ താമസക്കാരനും കുറഞ്ഞത് 5 ചതുരശ്ര മീറ്ററെങ്കിലും വിസ്തീർണം ഉണ്ടായിരിക്കണം. കൂടാതെ ഫ്ളാറ്റുകൾക്കുള്ളിൽ തടി, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മറ്റ് താൽക്കാലിക വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പാർട്ടീഷൻ മുറികൾ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. നിലവിലുള്ള ഇത്തരം അനധികൃത പാർട്ടീഷനുകൾ ഈ 1 വർഷത്തെ സാവകാശത്തിനുള്ളിൽ പൊളിച്ചു മാറ്റേണ്ടി വരും. നിയമം ലംഘിക്കുന്നവരെ കാത്തിരിക്കുന്നത് വളരെ വലിയ സാമ്പത്തിക നഷ്ടവും കടുത്ത ഭരണ നിർവഹണ നടപടികളുമാണ്. പെർമിറ്റ് പുതുക്കാൻ വൈകുന്നതും ചെറിയ രീതിയിലുള്ള ജനസാന്ദ്രത ലംഘനങ്ങളും പോലെയുള്ള ആദ്യത്തെ കുറ്റങ്ങൾക്ക് 500 ദിർഹം മുതൽ ആരംഭിക്കുന്ന പിഴ ലഭിക്കും. എന്നാൽ പെർമിറ്റ് ഇല്ലാതെ ഷെയർഡ് ഹൗസിംഗ് നടത്തുക, രജിസ്ട്രിയിൽ വിവരങ്ങൾ മറച്ചുവെക്കുക, അനധികൃത പാർട്ടീഷനുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ഗുരുതരമായ ലംഘനങ്ങൾക്ക് 5000 ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെയാണ് ആദ്യഘട്ടത്തിൽ പിഴ. 1 വർഷത്തിനുള്ളിൽ ഒരേ കുറ്റം ആവർത്തിച്ചാൽ പിഴത്തുക ഇരട്ടിയായി 10 ലക്ഷം ദിർഹം വരെ ഉയർന്നേക്കാം. സാമ്പത്തിക പിഴകൾക്ക് പുറമെ ഇത്തരം കെട്ടിടത്തിനുള്ളിലെ വാട്ടർ, വൈദ്യുതി സേവനങ്ങൾ വിച്ഛേദിക്കുക, കെട്ടിട മാനേജ്മെന്റ് സ്ഥാപനങ്ങളുടെ വാണിജ്യ ലൈസൻസ് റദ്ദാക്കുക, അനധികൃത താമസക്കാരെ ഉടനടി ഒഴിപ്പിക്കുക, 6 മാസം വരെ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കുക തുടങ്ങിയ കടുത്ത നടപടികളും ദുബായ് റെന്റൽ ഡിസ്പ്യൂട്ട് സെന്റർ വഴി നടപ്പിലാക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ദുബായിലെ ദേറ, ബെർദുബായ്, അൽനാദ, ഇന്റർനാഷണൽ സിറ്റി, കരാമ തുടങ്ങിയ മേഖലകളിൽ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് പ്രവാസി മലയാളികളെയാണ് ഈ നിയമം ഏറ്റവും വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്നത്. കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർ സ്വന്തമായി ഒരു ഫ്ളാറ്റ് വാടകയ്ക്കെടുക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്തതിനാലാണ് പലപ്പോഴും ഷെയറിംഗ് അടിസ്ഥാനത്തിൽ താമസിക്കുന്നത്. എന്നാൽ നിയമം കടുക്കുന്നതോടെ എജാറി കരാറിൽ പേര് രജിസ്റ്റർ ചെയ്യാത്ത അനധികൃത താമസക്കാർക്ക് അവിടെ തുടർന്ന് ജീവിക്കാൻ സാധിക്കില്ല. ഒഫീഷ്യൽ ഷെയറിംഗ് പെർമിറ്റുള്ള ലൈസൻസ്ഡ് കെട്ടിടങ്ങളിലേക്ക് മാറുകയോ അല്ലെങ്കിൽ കെട്ടിട ഉടമയുടെ അനുമതിയോടെ എജാറി കരാറിൽ സ്വന്തം പേര് കോ ടെനന്റായി ചേർക്കുകയോ ചെയ്യേണ്ടി വരും. ഇത് സാധാരണക്കാരായ പ്രവാസികളുടെ ജീവിത ചെലവുകളിൽ കാര്യമായ വർധനവുണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ്. 2026 ഓഗസ്റ്റ് 26-ന് നിയമം നിലവിൽ വരുമെങ്കിലും നിലവിലുള്ള സജ്ജീകരണങ്ങൾ ശരിയാക്കാൻ 2027 ഓഗസ്റ്റ് വരെ നിയമം ലഭിക്കും എന്നത് പ്രവാസികൾക്ക് താൽക്കാലിക ആശ്വാസമാണ്.
എങ്കിലും നിസ്സാരമായി കാണാതെ കൃത്യമായ മുൻകരുതലുകൾ എടുക്കുകയാണ് വേണ്ടത്. നിലവിൽ ഷെയറിംഗ് മുറികളിൽ താമസിക്കുന്നവർ തങ്ങളുടെ താമസ സൗകര്യം കെട്ടിട ഉടമയുടെ അനുമതിയോടെയാണോ പ്രവർത്തിക്കുന്നതെന്ന് ഉടൻ തന്നെ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. താൽക്കാലിക പാർട്ടീഷനുകൾ നീക്കം ചെയ്യാനും എജാറി ആപ്ലിക്കേഷൻ വഴി കൃത്യമായ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനും കെട്ടിട ഉടമകളോട് ആവശ്യപ്പെടണം. സോഷ്യൽ മീഡിയ വഴിയോ ഏജന്റുമാർ വഴിയോ വരുന്ന നിയമവിരുദ്ധ സബ് ലെറ്റിംഗ് പരസ്യങ്ങളിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദുബായിലെ നഗര സുരക്ഷയും താമസക്കാരുടെ ആരോഗ്യ അന്തരീക്ഷവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് ഭരണകൂടം ഈ നിയമം കർശനമാക്കുന്നത്. അതിനാൽ വ്യാജമാർഗങ്ങൾ തേടാതെ പൂർണ്ണമായും നിയമവിധേയമായ രീതികളിൽ മാത്രം താമസ സൗകര്യങ്ങൾ കണ്ടെത്തുകയാണ് പ്രവാസികൾക്ക് മുന്നിലുള്ള ഏറ്റവും സുരക്ഷിതമായ പോംവഴി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.